സ്കൂളിൽ കൊണ്ടുതാക്കാൻ പോവാണ്. അവൻ്റെ വെക്കേഷൻ കഴിഞ്ഞു. ഇന്ന് 7th January. 20 ദിവസം ഉണ്ടായിരുന്നു അവർക്ക് മുടക്കം. ഞാനിപ്പോൾ എടുക്കണം. ഞാൻ ചായ കുടിക്കാനായിട്ട് അങ്ങോട്ട് പോയതിട്ട് എന്നാലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഒരുപാട് സ്നാക്സുകളുണ്ട്. അയ്യോ ഇപ്പോൾ ഷവർമ കഴിച്ചു, പിന്നെ സമൂസ കഴിച്ചു, ഞങ്ങൾ ഹോർലിക്സ് കുടിച്ചു. Where is my brother? I think he died. Library ഉണ്ടാവല്ലോ. ജ്യൂസ് എനിക്ക് give me the juice. ഞങ്ങൾ സ്കൂളിലെത്തി, ഹോസ്റ്റലിലെത്തി, സാധനങ്ങളൊക്കെ വെച്ചു. സാധനങ്ങളെല്ലാം വെച്ചിട്ടില്ല. ഇവിടേക്ക് വണ്ടി കൊണ്ട് വരണം. കാറ് നമ്മുടെ ഇവിടേക്ക് കൊണ്ടുവന്നാലാണ് ബാക്കി പെട്ടി സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ അങ്ങനെ 20 ഡേയ്സിലെ വെക്കേഷൻ കഴിഞ്ഞ് അർജുൻ വീണ്ടും ഹോസ്റ്റലിലേക്ക്. ഗൈസ്, ദിസ് ഈസ് ദ ഹോസ്റ്റൽ. അല്ലടാ, എങ്ങനെയുണ്ട്? വാട്ട് യു ഫീൽ? ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടില്ലേ? അഫ്തേക്കിനെ കണ്ടു. അച്ഛനോട് ഞാൻ കൊണ്ട് വണ്ടി കൊണ്ടിടാന്നുണ്ടായിരുന്നു. Have a great time. Have a never great time. Never. ചേട്ടൻ വീട്ടിലുള്ള എൻ്റെ മൊത്തം ലോകം കാണാൻ കിട്ടിയില്ല. ചേട്ടന് ഇന്നലെ എൻ്റെ ഇഷ്ടമായിരുന്നു ചേട്ടനെ ചേട്ടൻ്റെ ഇഷ്ടം വെച്ചോണ്ടിരിക്കുന്നില്ല. എൻ്റെ ഇഷ്ടം വെച്ചും കൂടി ഇല്ല. എന്നിട്ട് പറയാം ഞാൻ പോവാണെങ്കിൽ എന്താ കുഴപ്പം? എനിക്ക് കിട്ടില്ല. ഞാൻ വെക്കേഷനിൽ വെക്കില്ലല്ലോ. അപ്പൊ ശരിടാ, നന്നായി പഠിക്കട്ടോ പരീക്ഷയ്ക്ക്. ശരിടാ. ഉമ്മതാ നിനക്കെന്താ പറയാ? മടി മടിയാണല്ലോ. അവന് കൊടുത്താ ചേട്ടനോട് കൊടുക്കാം. വിളിക്കട്ടാ, ഫോണിൽ കാർഡിൽ പൈസ ഇല്ലെന്നൊക്കെ നോക്കട്ടാ. നന്നായിട്ട് പഠിച്ചോളൂ. ലൈബ്രറി ബുക്ക് എടുത്ത് വായിച്ചോളൂ. പൈസ അവിടെ കൊടുത്തോളൂ കേട്ടോ ലൈബ്രറിയിൽ.
അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. റിലാക്സിൽ ഇരിങ്ങാലക്കുട. അപ്പോൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തു? ചിക്കൻ്റെ അകത്തോണ്ടാണോ? നമുക്ക് വീട്ടിൽ പോകുമ്പോൾ കോഴിക്കറി കഴിക്കുകയാണ് ചിക്കൻ ലെഗ്. ഞാൻ ഓർഡർ ചെയ്ത് പൊറോട്ട. അപ്പോൾ ഞങ്ങൾ ഇവർ പൊറോട്ട ആൻഡ് ബീഫ് ആൻഡ് ഞാൻ ഏതാണ് ബിരിയാണി റൈസ് ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ റിലാക്സിൽ ബിരിയാണി പ്രയാറിൽ നമ്മൾ പോയപ്പോൾ അമ്മ ഓർഡർ ചെയ്തില്ലേ ബിരിയാണി റൈസ് ഗവൺമെൻറ് അന്ന് പോയപ്പോൾ അന്ന് രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയില്ലേ വണ്ടിമേൽ കൂടിയിട്ട് രാത്രി അച്ഛച്ചേട്ടൻ വന്നതൊക്കെ. അപ്പം അമ്മ ബിരിയാണി റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്. അവരുടെ തന്നെയാണ് തോന്നുന്നുണ്ട് ഇത് ഇവിടുത്തെ റിലാക്സ്. എന്തായാലും ഫുഡ് ഇതാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ബിരിയാണി റൈസ് കേട് എന്തോ ഒരു പിക്കിളാണ് പപ്പടം ഇത്ര സംഭവം കേട്ടോ. ബീഫല്ലേ കണ്ടിട്ട് തോന്നുന്നത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബീഫാണ് പൊറോട്ടയും. നമ്മൾ ട്രൈ ചെയ്യാൻ പോവാം ബിരിയാണി റൈസ്. നല്ല ഇഷ്ടം. എനിക്കിഷ്ടപ്പെട്ട ബിരിയാണി അടിപൊളി അടിപൊളി. അതിൻ്റെ പപ്പടം സാലഡ് ഉണ്ട്. സാലഡ് കൂട്ടി ബിരിയാണി റൈസ്. ഇതെന്ത് ഡേറ്റ്സിൻ്റെ പിക്കളാന്ന് തോന്നുന്നു കേട്ടോ. ഡേറ്റ്സിൻ്റെ പിക്ക്. പുളിഞ്ചി ഡേറ്റ്സല്ല പുളിഞ്ചിയാണ്. പുളിഞ്ചി സോ ഗൈസ് ബിരിയാണി റൈസിന് ടേസ്റ്റ് ഉണ്ട്. ഇടയിൽ നമുക്ക് ചിക്കൻ്റെ പീസസ് കിട്ടും. ചുമ്മാ റൈസ് മാത്രം ചെറിയ പീസസ് ഉണ്ട്. അതാണ് റിലാക്സറുടെ ബിരിയാണി റൈസ് മാത്രം കഴിച്ചതാണ് ടേസ്റ്റാണ്. എനിക്കിഷ്ടം. അടിപൊളിയാണ്. ഇന്ന് ട്രൈ ചെയ്തോണ്ട് റിലാക്സ്ഡ് ഗൈസ്. അപ്പം ഞാൻ ബീഫ് ഇതൊരു ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ബീഫാണ്. ട്രൈ നല്ല ടേസ്റ്റാണ്. വായിട്ട് അലിഞ്ഞു പോകും ബീഫ്. അത്രയും സോഫ്റ്റാണ്. ലുക്ക് ദിസ് ടേസ്റ്റ് കൂടെ അടിപൊളിയാണ്. സോ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, യാതൊന്നുമില്ല. അടുത്ത വീഡിയോ കാണാം. ബൈ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ടിൽ ദെൻ ബൈ. എത്ര സബ്സ്ക്രൈബേഴ്സ് ആണ്? നോക്ക് അങ്ങോട്ട് അമ്മ. അതല്ലേ എത്ര സബ്സ്ക്രൈബർ ആണ്? എത്ര മീറാലോടെ അത്രയും സബ്സ്ക്രൈബേഴ്സ് ആണ്. അത്ര സബ്സ്ക്രൈബേഴ്സ് ആണ്. ശരി കേട്ടോ. എന്തൊക്കെയാണ് പറയണേ? ഓക്കെ.